ചീനിച്ചിട്ട് വെച്ചു. എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ട് ഈ സവാള ഇട്ടു. ഇതിലേക്ക് ഉപ്പ് ഇട്ട് സ്വല്പം മാഗി മസാലപ്പൊടിയൂടെ നമുക്ക് ചേർക്കാം. എന്നിട്ട് ഇളക്കി ചിക്കി പൊരിച്ചെടുക്കും. ചിക്കി പൊരിച്ചിട്ടുണ്ട്. ഒരു ചരുവത്തിൽ കുറച്ച് വെള്ളം എടുത്ത് നമുക്ക് അടുപ്പിലേക്ക് വയ്ക്കാം. ഇത് തിളയ്ക്കട്ടെ. ഇതിലേക്ക് സ്വല്പം എണ്ണയോടെ ഒഴിക്കാം. സൺഫ്ലവർ ഓയിലാണ് ഏറ്റവും നല്ലത്. എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഇവിടെ തിളയ്ക്കട്ടെ. വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അകത്ത് ചെറുതായിട്ട് ഞാൻ ഈ നൂഡിൽസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നൂഡിൽസിൻ്റെ കൂടെ സ്വല്പം ഉപ്പ് കൂടെ ചേർത്താണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് ഒന്ന് തിളച്ച് വേകട്ടെ. നൂഡിൽസ് വെന്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒരരിപ്പ് വെച്ച് ഈ നൂഡിൽസ് ഇട്ട് കൊടുക്കാം. ഞാൻ വെള്ളം കൂടെ ചേർത്തതാണ്. ഇത് പുറത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുക്കുക, ഒട്ടിപ്പിടിക്കാതിരിക്കുക. ഇതൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല, നന്നായിട്ട് ഇരിപ്പുണ്ട്. ഇനി അടുത്ത പരിപാടിയിലേക്ക് പോകാം. ഞാൻ ചീനിച്ചട്ടി അടുപ്പേ വെച്ചിട്ടുണ്ട്. നമുക്ക് സ്വല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഏത് ഓയിലോ, എൻ്റെ കയ്യിൽ വെളിച്ചെണ്ണയുള്ളൂ. സൺഫ്ലവർ ഓയിലാണ് ഏറ്റവും നല്ലത്. ഇതിലേക്ക് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ക്യാബേജ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ക്യാരറ്റ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും പിന്നെ ബീൻസ് അങ്ങനെയുള്ള ഗ്രീൻ പീസ് അങ്ങനെയുള്ള എന്തും വേണേലും ഇടാം. എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ അവൈലബിളായിട്ട്. ഞാൻ ഇത് ഇട്ട് കൊടുക്കുന്നു. ഇത് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഇച്ചിരി വെളുത്തുള്ളിയും ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ക്യാരറ്റും ക്യാബേജും വെളുത്തുള്ളിയും ഉപ്പും ഇത്രയും ഞാൻ ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് വഴന്ന് വന്നോട്ടെ. ഇപ്പോൾ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചിക്കി വെച്ചിരിക്കുന്ന മുട്ട നല്ല മുളകും ചേർത്താണ്, ഞാൻ ഉപ്പും എല്ലാം ചേർത്താണ് ചിക്കിപ്പൊരിച്ചത്. അതും നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ മാഗി മസാല ഇട്ട് കൊടുക്കാം. നന്നായി ഇതിലെല്ലാം മാഗി മസാല ഒന്ന് പിടിച്ചിട്ടുണ്ട്. ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന നൂഡിൽസ് രണ്ടെടുത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ചിക്കി ശരിയാക്കാം. നൂഡിൽസ് തയ്യാറായിട്ടുണ്ട്. ഞാൻ ഇത് നന്നായി ഇളക്കി മിക്സാക്കിയിട്ടുണ്ട്. ഈ സമയത്ത് സോസുകൾ നമ്മൾക്കിത് ചേർത്ത് കൊടുക്കാം. ചില്ലി സോസ്, സോയാ സോസുകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇത് കഴിക്കുന്ന ആൾക്ക് സോസ് ചേർക്കുന്നത് ഇഷ്ടമല്ലാത്തതിനാൽ ഞാൻ സോസ് ചേർക്കുന്നില്ല. അങ്ങനെ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ നൂഡിൽസ്
ഞാൻ തയ്യാറാക്കിയത്. ഇഷ്ടപ്പെട്ടുവെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് കമൻറ്റ് ഇടുക. താങ്ക് യു.